എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അപേക്ഷ നൽകുകയും എന്നാൽ അപേക്ഷയിൽ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന അതായത് അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ അപേക്ഷിച്ചും അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും അപേക്ഷയിൽ അത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ഫോർ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ, അതായത് അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത് ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തുകയും തിരുത്തിയ ശേഷം നിങ്ങൾക്ക് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷനുകൾ നൽകുകയും ചെയ്യേണ്ടതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നൽകി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂസർ മാനുവൽ ഇതുപോലെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 7-ാം തീയതി റിസൾട്ട് വരികയും അതിനുശേഷം 8-9 തീയതികളായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിനും അവസരമുണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. കാരണം ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു സപ്ലിമെൻ്ററിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.